ഗൾഫ് മേഖലയെ വീണ്ടും ആശങ്കയിലാഴ്ത്തി അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വൻ ആക്രമണം നടത്തിയതോടെ മേഖലയിലെ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായും വഴിമുട്ടി. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് ഇറാന്റെ ഈ നീക്കം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ഭീഷണികൾക്കിടയിലാണ് ഈ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ വ്യാപാര കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ തുടർന്നാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇതിന് മറുപടിയായി US സെൻട്രൽ കമാൻഡ് ഇറാന്റെ മിസൈൽ, റഡാർ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി രാത്രി വൈകി കനത്ത വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഈ ആക്രമണത്തിന് പകരമായാണ് ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഗൾഫിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടത്. ബഹ്റൈനിലെ US 5th നേവൽ ഫ്ലീറ്റ്, കുവൈറ്റിലെ അലി അൽ സലേം എയർബേസ് എന്നിവിടങ്ങളിലാണ് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും പതിച്ചത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഇറാന് അന്ത്യശാസനം നൽകിയത്. സൈനികമായി ഈ പ്രശ്നം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ അമേരിക്ക നിർബന്ധിതരായാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നൊരു രാജ്യം ഇനി ലോകഭൂപടത്തിൽ നിലനിൽക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജൂൺ 1 ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാർ പരസ്പരം ലംഘിച്ചുവെന്ന് വാഷിംഗ്ടണും ടെഹ്റാനും പരസ്പരം ആരോപിക്കുന്നു. ലെബനനിൽ വെടിനിർത്തൽ നിലനിർത്താനുള്ള പ്രതിബദ്ധതകൾ അമേരിക്ക ലംഘിക്കുകയാണെന്നും ഇത് സമാധാന കരാറുകളുടെ ലംഘനമാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ സമാധാന ചർച്ചകൾ പൂർണ്ണമായും നിർത്തിവെക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരസ്പരം കടുത്ത ഭീഷണികൾ മുഴക്കുമ്പോഴും ലോകത്തിന് നേരിയ ആശ്വാസം നൽകുന്ന ചില വാർത്തകളും പുറത്തുവരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സൈനിക തിരിച്ചടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇരുവിഭാഗവും സമ്മതിച്ചതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗൾഫ് മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിനായി ഖത്തറിലെ ദോഹയിൽ പുതിയ നയതന്ത്ര ചർച്ചകളിലേക്ക് കടക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. മേഖലയിലെ ഈ പുതിയ സംഭവവികാസങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെയും എണ്ണവിപണിയെയും വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കാം. ദോഹയിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകളുടെ ഫലമെന്താകുമെന്നറിയാൻ ലോകരാജ്യങ്ങൾ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്.